ഹലോ ഗായ്സ്, ഐ ആം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒലീവ് സ്ട്രീറ്റ് ഫുഡ് കഫേയിലേക്കാണ്. ഇവിടെ 27th മെയിനിൽ തന്നെയുള്ള ഒരു കഫേ ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉള്ള ഫുഡും നല്ല ക്വാളിറ്റി ഉള്ള ഫുഡും കിട്ടും. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ളതാണ്. ഒടുക്കത്തെ ട്രാഫിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാ പോകുന്ന വഴിയൊക്കെ മാറ്റിപ്പിടിച്ച് നമ്മുടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കഫേ രാവിലെ 11 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് ഉണ്ടാവുക. ഇവിടെ എന്ന് വന്നാലും എപ്പോൾ വന്നാലും നല്ല റഷാണ് ഉണ്ടാവാറുള്ളത്. കാരണം നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കഫേ ആയതുകൊണ്ട് ഇവിടെ എന്നും ഒരുപാട് ആളുകൾ വരാറുണ്ട്. പിന്നെ നമ്മളൊരു ഗ്യാങ്ങൊക്കെ ആയിട്ട് വരികയാണെച്ചെങ്കിൽ ഇവിടെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ. 1995 ഈ ഒരു കഫേ നിലവിൽ വരുന്നത്. മാത്രമല്ല ഈ പൊറോട്ട റോളുകളുടെ ഫൗണ്ടേഴ്സ് കൂടിയാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊറോട്ട റോളുകളും പൊറോട്ട വെച്ചിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ഐറ്റംസും ഇവിടെ കിട്ടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ റഷ് കുറവാണ്. ഇതിലും ഡബിൾ ആളുകളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. ഈ പൊറോട്ട റോളുകൾക്ക് പുറമെ സാൻഡ്വിച്ചസും ബർഗേഴ്സും ഷേക്കുകളും അതുപോലെ ഇവിടുത്തെ അവിൽ മിൽക്കും വളരെ ഫേമസ് ആണ്. ഇവിടെ കുഞ്ഞൻ വരുമ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും അവിൽ മിൽക്കാണ് ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ 2 ഷേക്കുകളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഓറിയോ പീനട്ട് ഷേക്കും കുഞ്ഞൻ പറഞ്ഞത് ബനാന ചോക്ലേറ്റ് ഷേക്കും ആണ്. എനിക്കാണെങ്കിൽ ബനാനയുടെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ബനാന ഇട്ടിട്ടുള്ളത് അധികം കഴിക്കില്ല. ഇപ്രാവശ്യം റഷ് കുറവാണെങ്കിലും നമ്മുടെ ഫുഡ് വരാൻ കുറച്ച് ഡിലേ ആയി. നമ്മളുടെ ടേബിൾ നമ്പർ 11 ഞാൻ കുറച്ച് നേരം അധികം വെയിറ്റ് ചെയ്തിട്ടാണ് 2 ഷേക്ക് കിട്ടിയത്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ബോറടിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ കളിച്ചും പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഒലീവ് കഫേനെ കുറിച്ച് അവർക്ക് അറിയാമായിരിക്കും. ഇനി അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വരണം. കാരണം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഫുഡ് കിട്ടുന്ന ഒരേ ഒരു പ്ലേസ് ഈ ഒരു ഒലീവ് കഫേ ആണ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ട് കുഞ്ഞൻ്റെ ചോക്ലേറ്റ് ബനാന ഷേക്കാണ് ആദ്യം വന്നത്. എനിക്കാണെങ്കിൽ ബനാന ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ടേസ്റ്റ് പോലും ചെയ്തില്ല. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എൻ്റെ പീനട്ട് ഓറിയോ ഷേക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് വീട്ടിലേക്ക് വിളിക്കേണ്ട സമയമായത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ഇൻവോൾവ് ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ഷേക്ക് ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. ഒരു നോർമൽ ഓറിയോ പീനട്ട് ഷേക്ക്. നിങ്ങൾക്ക് ഈ ഷേക്കുകളൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഏത് ഷേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഒരു ഫുൾ ഷേക്ക് കംപ്ലീറ്റ് ആയിട്ട് കുടിക്കാൻ എനിക്കിപ്പോഴും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ബാക്കി വരുമ്പോൾ കുഞ്ഞൻ തന്നെയാണ് കുടിക്കാറുള്ളത്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല, കുഞ്ഞൻ തന്നെയാണ് കുടിച്ചത്. അങ്ങനെ നമ്മൾ ഷേക്കൊക്കെ കുടിച്ചിറങ്ങി. ഇനി നമുക്ക് ഉണക്കമുന്തിരി വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് കടയിൽ നിന്ന് ഉണക്കമുന്തിരിയും അതുപോലെ പോകുന്ന വഴിക്ക് പാലും കൂടെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഇവിടെ നോക്കിയപ്പോൾ ഉണ്ട് നമ്മൾ അന്ന് കഴിച്ച ഉണക്കക്കിവി കിടക്കുന്നു ഗൈസ്. ഈ ഉണങ്ങിയ സാധനങ്ങൾക്കൊക്കെ ഒടുക്കത്തെ വിലയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്കിത് കണ്ടിട്ട് വീട്ടിൽ പോവാം. നമ്മൾ പാല് വാങ്ങിക്കാൻ വേണ്ടി നിന്ന് അടിയിലോട്ട് നോക്കുമ്പോഴാണ് അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളെ ചവിട്ടുമായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിൻ്റെ 2 വശങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് നല്ലൊരു പണക്കാരുടെ ഫേസും, മറ്റേത് ഇതുപോലെ കുറേ ആൾക്കാർ ഇതുപോലെ തെരുവിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ബാംഗ്ലൂർ ഉള്ളവർ എന്തായാലും മിസ് ചെയ്യാതെ പോകേണ്ട ഒരു സ്ഥലമാണ് ഒലീവ് കഫേ. ഇനിയിപ്പോൾ ബാംഗ്ലൂർ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒലീവ് കഫേ പോകണം, എൻജോയ് ചെയ്യണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.